ഉണർവിൻ്റെ പ്രഭാതങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രഭാതം എന്ന് പറയുന്നത് ഉണരുകയാണ്. ഒരു വലിയ ഉറക്കത്തിന് ശേഷം നമ്മൾ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വന്നിട്ട് നമ്മൾ ഒരു പരിപാടി കൂടി ചെയ്യും. എന്താണ്? മുഖം അങ്ങോട്ട് കഴുകും. എന്തിനാണ്? ഇനി ഉറങ്ങാതിരിക്കാൻ. എന്നാൽ രാത്രി ഇടയ്ക്ക് ചിലർ അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി എഴുന്നേക്കാറുണ്ട്. ചിലർ ഒന്ന് വാഷ്റൂമിൽ പോകും, എന്നിട്ട് മുഖം കഴുകില്ല. കാരണം എന്താണ്? ഉറക്കം അങ്ങോട്ട് പോകും. ഉറക്കം പോകാതിരിക്കാൻ പലരും എന്ത് ചെയ്യും? മുഖം കഴുകില്ല. എന്നാൽ പ്രഭാതത്തിൽ അങ്ങനെയല്ല. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നവരെ മുഖം കഴുകും. എന്തിനാണെന്ന് അറിയാമോ? ഒന്ന്, മുഖത്ത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാകും. രണ്ട്, ഇനി ഉറങ്ങരുത്, ഉറങ്ങാതിരിക്കാനുള്ള പരിപാടി ചെയ്യും. എന്നിട്ട് ഒരു നല്ല കട്ടൻ കാപ്പി കുടിക്കും. കാപ്പി കുടിച്ചാൽ പിന്നെ ആ ക്ഷീണം, ഉറക്കത്തിൻ്റെ എല്ലാ സംഭവത്തെയും നമ്മൾ പുറത്താക്കും. നമ്മളൊന്ന് ഫ്രഷ് ആകും. എന്നിട്ട് എന്ത് ചെയ്യും? ചിലർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും, വ്യായാമം ചെയ്യും. രാവിലെ എഴുന്നേറ്റ് ഉണർവിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്കറിയാം. ഇതുപോലെ തന്നെ ദൈവം നമുക്ക് തരുന്ന ആ ഉണർവുണ്ടല്ലോ, ആ ഉണർവിനെ നമുക്ക് സ്ട്രോങ് ആക്കാൻ കഴിയും. നമ്മുടെ ഉണർവിനെ നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ഉണർന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും 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 ഇനി അതിൽ ഉറങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ അതിനെ ഉണർവാക്കി മാറ്റണം. വിശ്വാസത്തിൽ ആരെങ്കിലും ഉണർന്നിട്ടുണ്ടോ? അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഓരോ പ്രഭാതത്തിലും നമ്മുടെ ഉണർവിനെ നമ്മൾ നിലനിർത്തുന്നത് പോലെ നമ്മളത് ചെയ്യണം. ചിലരെന്ത് ചെയ്യും? ഈ ഉണർവ് ഉണ്ടാകാൻ വേണ്ടി റെസ്റ്റ് എടുക്കും. ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിക്കും. ക്ഷീണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിപ്പോകാം. ഉടനെ പോയി ഒന്ന് റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ഉണർവാകും. അപ്പോൾ ഉണർവിനെ നിലനിർത്തുക. ഉറങ്ങുന്നത് പോലും എന്തിനാണ്? ഒരു നല്ല ഉണർവിന് വേണ്ടിയാണ്. നമ്മൾ ഉറങ്ങുന്നത് വിശ്രമിക്കുകയാണ്. ആ വിശ്രമം പോലും ഒരു ഉണർവിന് വേണ്ടിയാണ്. അതുകൊണ്ട് രാവിലെ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വിമാനത്തിൽ ഒരു രാജ്യത്തോട്ട് പോകണം, വെളുപ്പിന് മിക്കവാറും ഫ്ലൈറ്റുകളൊക്കെ എപ്പോഴും രാത്രി 12 മണിക്കാണ് പുറപ്പെടുന്നത്. 12 മണി അല്ലെങ്കിൽ 1 മണി. അപ്പം അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? ഇവർക്ക് ഉറക്കമൊന്നും കറക്റ്റ് ആവില്ല. എങ്കിലും കുറച്ച് പകലാണ്, കുറച്ച് നേരം ഒരു 6 മണി തൊട്ട് 8 മണി വരെയൊക്കെ വേണമെങ്കിൽ കിടന്നുറങ്ങും. എന്നിട്ട് എയർപോർട്ടിൽ എത്താനുള്ള ടൈമും പിന്നെ ഒന്ന് ഉറങ്ങുന്നത് എന്തിനാണ്? ഒന്ന് ഉണർന്ന് യാത്ര ചെയ്യാനാണ്. ഒരു ഉണർവിൻ്റെ യാത്ര ചെയ്യണം. പോകുന്ന വഴിക്ക് സെക്യൂരിറ്റി ചെക്കിങ്, പല പരിപാടികളെല്ലാം, ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഒരു ഉണർവ് വേണം. അല്ലാത്ത ഉറങ്ങിക്കിടക്കുന്നവനെ സ്കാനിങ് മെഷീനിലൂടെ കയറ്റി വിടുമോ? ഇല്ല, അവൻ നടന്നു തന്നെ പോകണം. ഉണർവ് വേണം. അതിനു വേണ്ടി ഒരു വിശ്രമം എടുക്കും. ഇതുപോലെ എല്ലാം ഒരു ഉണർവിന് വേണ്ടി നമ്മൾ ചെയ്യണം. അതായത് ഇന്ത്യയിൽ ഒരു വലിയൊരു ഉണർവ് സൗത്ത് ഇന്ത്യയിൽ അടിക്കുമെന്ന് പ്രവാചകന്മാർ പറയുന്നു കുറേ നാളായിട്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ കേരളമാണ് ഏറ്റവും സൗത്തിൽ കിടക്കുന്നത്. ഇവിടെ നിന്നാ ഉണർവ്. ആലപ്പുഴ, കൊച്ചി, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം എല്ലാവരും ഉണർവിൻ്റെ ഭാഗമാണ്. വടക്കോട്ട് ഈ ഉണർവിൻ്റെ കാറ്റടിക്കും, തീയടിക്കും. വടക്ക് നിന്ന് എഴുന്നേറ്റ സുവിശേഷത്തിനെതിരെയുള്ള വാളുകൾ ഈ തീ കത്തിച്ചു കളയും. ഇന്ത്യ മുഴുവൻ ഉണർവിൻ്റെ കാറ്റടിക്കും. എഴുന്നേൽക്കുക. എഴുന്നേറ്റ് യെശയ്യാവ് 60:1 പറയുന്ന പോലെ എഴുന്നേറ്റ് പ്രകാശിക്കുക. വലിയൊരു ഉണർവിലേക്ക് ദൈവം നമ്മെ നടത്തും. നമ്മൾ പാടുന്ന പാട്ടുകളെല്ലാം നമ്മെ ഉണർത്തുന്നതാണ്. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. നന്മയാക്കി മാറ്റിയല്ലോ എൻ ജീവനിൽ അതിശയം ചെയ്തവനെ ഹല്ലേലൂയ പാടും
യേശുവിനെ യേശുവിനെ Thank you Lord തിന്മയായതെല്ലാം നന്മയാക്കി മാറ്റിയല്ലോ എൻ ജീവനിൽ അതിശയം ചെയ്തവനെ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തും ഞാൻ യേശുവിനെ യേശുവിനെ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തും ഞാൻ യേശുവിനെ 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 ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തും ഞാൻ യേശുവിനെ യേശുവിനെ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തും ഞാൻ യേശുവിനെ യേശുവിനെ യേശുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തിന്മകളെയും അങ്ങ് നന്മയാക്കി മാറ്റിയതിനായി നന്ദി കർത്താവേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അതിശയങ്ങളെ പ്രവർത്തിക്കുന്നതിനായി നന്ദി കർത്താവേ. എന്തെല്ലാം തിന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അതെല്ലാം അങ്ങ് അത്ഭുതമാക്കി അതിശയമാക്കി അങ്ങയുടെ നാമം മഹത്വമാക്കി തീർത്തതിനായി നന്ദി കർത്താവേ. ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു യേശുവേ. എല്ലാവരും ഒന്ന് യേശുവിനൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ, ഒന്ന് ചേർന്ന് പാടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തും ഞാൻ യേശുവിനെ യേശുവിനെ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തും ഞാൻ യേശുവിനെ യേശുവിനെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം വിജയിക്കാനുള്ള 3 നിയമങ്ങളാണ്. വിജയത്തിൻ്റെ 3 രഹസ്യങ്ങൾ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. വിജയത്തിൻ്റെ 3 രഹസ്യങ്ങൾ. ഈ ആഴ്ച അങ്ങോട്ട് തീരുകയാണല്ലോ. അടുത്ത ആഴ്ചയിലേക്ക് നമുക്കൊന്ന് കുതിക്കണ്ടേ?
വിജയത്തിൻ്റെ 3 രഹസ്യങ്ങൾ. അതിലൊന്നാണ്, ഒരു 3 കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് ഒരു ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയണമല്ലോ. എന്തിനാണ് ഞാൻ ഇത് പറയുന്നത്? ഞാൻ 1, 2, 3 എന്ന് 3 കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു വാക്യമാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അതായത് പൗലോസ് പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലുള്ള ലാക്കിലേക്ക് ആഞ്ഞുകൊണ്ട് ഞാൻ ഓടുകയാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു. അങ്ങനെയുള്ളവർ വലിയ ജയത്തിലെത്തും. പിന്നീട് പൗലോസ് പറയണം, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, മുന്നിൽ തന്നെ തികച്ചു. അതാണ് അതിൻ്റെ അർത്ഥം. വിശ്വാസം കാത്തു. ഇനി ജീവന്റെ കിരീടം എനിക്കുണ്ട്. കാരണം ഞാൻ ജയിച്ചു, ഞാൻ നമ്പർ 1 ആയി. ഇനി ജീവന്റെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. കർത്താവ് ആ ദിവസം എനിക്കത് തരും. ഭയങ്കര ഉറപ്പായി. ശരിക്കും ഓടാൻ പറ്റിയില്ല കർത്താവേ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, കർത്താവിൻ്റെ വിലക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയില്ല. അനേക ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ അവസാനം ഇതും പറഞ്ഞുകൊണ്ടിരിക്കലാണ്. നല്ല സമയത്ത് ഓടാൻ പറ്റിയില്ല, ഒത്തിരി പേര് ഓടിയപ്പോൾ ഞാൻ ഓടിയില്ല, ഒത്തിരി പേര് ചാടിക്കടന്നപ്പോൾ ചാടിക്കടന്നില്ല. തന്നെ പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ന് മുതൽ ആരംഭിക്കും. ഇന്നലെ വരെ നടന്നില്ല, ഇന്ന് തുടങ്ങിക്കൂടെ? ഇന്ന് മുതൽ നമുക്ക് അത് ചെയ്യാൻ കഴിയും. ഒന്ന് ഞാൻ ചെയ്യുന്നു. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ വിജയത്തിൻ്റെ 3 രഹസ്യങ്ങൾ ഒരു ഓട്ടക്കാരനോടുള്ള ബന്ധത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മുന്നിലേക്ക് ആഞ്ഞുകൊണ്ട് ഓടുന്ന ഒരു ഓട്ടക്കാരൻ, ജയത്തിലെത്താൻ വേണ്ടിയാണ് അവൻ ഓടുന്നത്. ഉസൈൻ ബോൾട്ട്, അദ്ദേഹം ഉണ്ടാക്കിയ റെക്കോർഡ് ആരെങ്കിലും തകർത്തോന്നറിയില്ല. ഇന്ന് വരെയും തകർത്തില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തകർത്തോന്നറിയില്ല. റെക്കോർഡ് ആരോ പണ്ട് പറഞ്ഞ പോലെ അവൻ റെക്കോർഡ് തകർത്തെന്ന് കേട്ടപ്പോൾ ഒരു അച്ചായം പറയാണ്, എന്തിനാ അതൊക്കെ തകർക്കുന്നത്? അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാറില്ല. ഈ പിള്ളേരൊക്കെ സ്വഭാവം എല്ലാം തകർക്കലാണ്. അവന് അത് തകർക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വല്ലവൻ്റെ റെക്കോർഡ് തകർക്കേണ്ട വല്ല ആവശ്യം? നമ്മുടെ ജോലി റെക്കോർഡുകൾ തകർക്കൽ തന്നെയാണ്. ഏത് റെക്കോർഡിനെ നമുക്ക് തകർക്കാൻ കഴിയും. ഇതിനു മുമ്പ് പൗലോസിനേക്കാൾ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. റീനാഡ് ബോങ്കയേക്കാൾ അവരുടെ റെക്കോർഡുകളൊക്കെ നമുക്ക് തകർക്കണം. കാരണം ആത്മാക്കൾ ആവശ്യം പോലെയുണ്ട്. റീനാഡ് ബോങ്കെ ആഫ്രിക്കയുടെ 60% പേരെ നേടിയെങ്കിൽ നമുക്ക് പല രാജ്യങ്ങളുടെയും 90% നേടാൻ ചാൻസ് കിടക്കുകയാണ്. മുൻപിലേക്ക് കുതിക്കുന്നവർക്ക് ദൈവം വെച്ചിരിക്കുന്നത് രാജ്യങ്ങളാണ്. റെക്കോർഡുകൾ തകർക്കുക, മുന്നോട്ട് കുതിച്ചോടുക. ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടക്കാരൻ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണോ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഓട്ടക്കാരൻ ഓടാൻ നിൽക്കുമ്പോൾ ഓരോ ട്രാക്കിൽ ഓരോരുത്തരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓടാൻ തുടങ്ങുന്നതിന് മുമ്പേ അവർ കുറേ കാര്യങ്ങൾ കാണിക്കും. കുറച്ചൊന്ന് ഓടും, തിരിച്ചു വരും, കയ്യൊക്കെ ഒന്ന് കുടയും, അങ്ങനെ നടക്കും, ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കും, പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കും, ഒന്ന് കുടയും. ഇതെല്ലാം കാണുമ്പോൾ ഈ ട്രാക്കിൽ നിൽക്കുന്ന നമ്മുടെ ഉള്ളിൽ, എൻ്റെ ദൈവമേ, ഇവനുണ്ടോ? കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് തകർത്തവനാണ് ഇവനാരാ? എൻ്റെ ദൈവം, ഇവൻ്റെ മസിൽ കണ്ടോ? കഴിഞ്ഞ വർഷം ഇത്രയും മസിൽ ഉണ്ടായില്ല. അവനിങ്ങനെ കുലുക്കിയൊക്കെ കാണിക്കും. ഓരോ ട്രാക്കിൽ നിൽക്കുന്നവൻ ട്രാക്കിൽ വെച്ച് തന്നെ തുടക്കത്തിൽ തന്നെ തലകറങ്ങാനുള്ള പരിപാടിയാണ് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നടക്കുന്നത്. വിസിലടിച്ചിട്ടില്ല, ഒളിമ്പിക്സിലൊക്കെ വെടിവെക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പുള്ള ഒരുക്കത്തിൽ തന്നെ നമ്മുടെ ശ്രദ്ധയെ ട്രാക്കിൽ നിൽക്കുന്ന പലരിലേക്ക് തിരിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പറയുക, അവൻ ഭയങ്കര ഓട്ടം ഓടി, ഇവൻ ഓടി, ഞാൻ എന്നും പുറകെ തന്നെയാണ്. നമ്മെ പുറകിലാക്കുന്ന ചിന്തകളെ നമ്മൾ അംഗീകരിക്കരുത്. അതായത് നിന്റെ അടുത്തുള്ളവരെ ശ്രദ്ധിക്കരുത്. അവൻ വലിയ നിലയിലെത്തി, ഈ ആൾ പഠിച്ച് നേഴ്സായി, ഡോക്ടറായി, എൻജിനീയറായി, IAS കിട്ടി. ആരെങ്കിലും എന്തെങ്കിലും കിട്ടുക, അതിനെല്ലാം സ്വത്രം, ഒറ്റ സ്വത്രം പറഞ്ഞ് നിർത്തണം. നിനക്ക് അതിൻ്റെ മുകളിൽ കിട്ടാനുള്ളതാണ്. നീ അതിൻ്റെ മുമ്പിൽ പോകാനുള്ളതാണ്. നീ ഇടത്തും വലത്തും ഉള്ളവരെ ശ്രദ്ധിക്കരുത്. നീ ആഞ്ഞുകൊണ്ട് മുന്നോട്ട് ഓടണം. വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോകണം.
ഞങ്ങളുടെ ക്ലാസ്സിൽ ഈ കുട്ടിക്ക് ഇത്ര മാർക്ക്, മറ്റേ കുട്ടിക്ക് ആ മാർക്ക്. അപ്പം നമ്മുടെ വീട്ടുകാർ പോലും നമ്മെ എന്ത് ചെയ്യും? മറ്റുള്ളവരോട് തുലനം ചെയ്യും. അപ്പുറത്തെ ട്രാക്കിലോട്ട് നോക്ക്, അവൻ്റെ മസിൽ കണ്ടോ? ഉസൈൻ ബോൾട്ടിൻ്റെ നെട്ടും ബോൾട്ടും ഒക്കെ അവൻ മുറുക്കി വെച്ചിരിക്കുകയാണ്, അവനെ നോക്ക്. PT ഉഷയെ നോക്ക്, ഷൈനി വിൽസനെ നോക്ക്. ഓരോ വ്യക്തികളെ ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഇതെല്ലാം കൂടി കാണുമ്പോൾ, പലരിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറി. നമ്മുടെ ലക്ഷ്യം നേരെയാണ്, ഇടത്തോട്ടോ വലത്തോട്ടോ അല്ല, ഇടം വലം നോക്കാതെ. ഒരിക്കൽ 1 ശമൂവേൽ 5-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ കാണാം, യഹോവയുടെ പെട്ടകം ഫെലിസ്ത്യരുടെ ദേശത്തായപ്പോൾ ഈ പെട്ടകം കാരണം ഇവർക്ക് അസുഖം, ഇവർക്ക് എല്ലാവർക്കും അസുഖം. എലിയുടെ ശല്യം കൂടി. എലി ശല്യം കൂടി ആ നാട്ടിൽ, ഫെലിസ്ത്യ ദേശം മുഴുവൻ. ഇവർ യഹോവയുടെ പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം, ഇത് ഇസ്രായേലിൽ ഇരിക്കേണ്ട പെട്ടകമാണ്, ദൈവത്തിൻ്റെ പെട്ടകമാണ്. ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു, ക്ഷേത്രം തീർന്നു, അത് അടച്ചുപൂട്ടി. ഇപ്പം വേറെ എവിടെയോ കൊണ്ടുവന്ന് വെച്ചു. ഇവർക്ക് ഇരിക്കപ്പൊറുതിയില്ല. ഇരിക്കപ്പൊറുതിയില്ലെന്ന് പറയുന്നതാണ് കറക്റ്റ്. കാരണം ഇവർക്ക് ഈ മൂലക്കുരുവിൻ്റെ അസുഖം ഉണ്ടായി. ഇവർക്ക് നിലത്തിരിക്കാൻ പറ്റില്ല. കാരണം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വലിയ പരു വന്നിട്ട് ഇവർക്ക് നിൽക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത സ്റ്റേജ്, അതിനെ പറയുന്നതാണ് ഇരിക്കപ്പൊറുതിയില്ല. അവർ തീരുമാനിച്ച് ഈ പെട്ടകത്തെ എങ്ങനെ തിരിച്ച് ഇസ്രായേലിലേക്ക് വിടും. ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ പെട്ടകമാണ്, ദൈവം വസിക്കുന്ന പെട്ടകം, ദൈവം തൻ്റെ ജനത്തിന് അളവ് കൊടുത്ത് ചെയ്യിപ്പിച്ച പെട്ടകം, ദൈവ സാന്നിധ്യം നിറഞ്ഞ പെട്ടകം, ദൈവത്തിൻ്റെ കൽപ്പനയുള്ള പെട്ടകം. ഈ പെട്ടകത്തെ എങ്ങനെ തിരിച്ചുവിടാം? ഉടനെ അവർക്ക് ഒരു ഐഡിയ കിട്ടി. കറവയുള്ള ഒരു പശുവിനെ, ഒരു കാളവണ്ടി ഉണ്ടാക്കി കറവയുള്ള പശുവിനെ അതിൽ കെട്ടണം. എന്നിട്ട് ഈ പശുവിൻ്റെ കുഞ്ഞിനെ അതിൻ്റെ അടുത്തൊന്ന് മാറ്റണം. ഈ പശു, കറവയുള്ള ഈ പശുക്കൾ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ ഇവർ കരഞ്ഞുകൊണ്ട് ഓടിയെന്നാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. ലക്ഷ്യത്തിലെത്തി. ഈ പശുക്കൾ കരഞ്ഞുകൊണ്ട് ഓടി ലക്ഷ്യത്തിലെത്തി. അപ്പോൾ ഈ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞു, ഇത് നേരെ ഇസ്രായേലിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ബാധ നമുക്ക് വന്നത് സത്യമാണ്. അങ്ങനെ ഈ കറവയുള്ള പശുക്കളെ കെട്ടി കുഞ്ഞുങ്ങളെ മാറ്റി ഈ കാളവണ്ടി വിട്ടപ്പോൾ ഈ പശുക്കൾ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ കരഞ്ഞുകൊണ്ട് ഇസ്രായേലിലെത്തും വരെ അവർ ഓടിയെന്നാണ്. ലക്ഷ്യത്തിലെത്തിക്കുന്ന ഒരു ഓട്ടം. അങ്ങനെ ദൈവത്തിൻ്റെ പെട്ടകത്തെ ശരിയായ സ്ഥലത്തെത്തിക്കാൻ 2 പശുക്കളെ, ഒന്നാണോ രണ്ടോ എന്ന് ഓർക്കുന്നില്ല, പശുക്കളെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇതുപോലെ ലക്ഷ്യത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികളെ ശരിയായ സ്ഥാനത്തേക്ക് എത്തിച്ച് അവിടെ യാഗമായി തീരുക. ആ ദേശക്കാരെന്ത് ചെയ്തു? ഇസ്രായേൽക്കാർ ഈ പശുവിനെ ഈ കാളവണ്ടിയുടെ വിറക് വെട്ടിക്കേറി അടുക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ പശുക്കളെ കൊന്ന് വെട്ടിക്കേറി യാഗമാക്കി, യാഗം കഴിച്ചു. അപ്പൊ യാഗമായി തീരുക, ലക്ഷ്യത്തിലെത്തുക, ജയാളികളായി മാറുക. എത്ര ഭയങ്കരമായ ഒരു സന്ദേശമാണ് ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇടം വലം നോക്കാതെ, ഇടം വലം നോക്കിയാൽ ഈ ദൈവ സാന്നിധ്യം ലക്ഷ്യത്തിലെത്തില്ല. ഇടം വലം നോക്കാതെ ഓടുന്നവർ ആരുണ്ടോ അവർ ജീവിതത്തിൽ വിജയിക്കും. ഇടത്തും വലത്തും നോക്കരുത്. അപ്പോൾ വിജയത്തിലെത്താനുള്ള ഒന്നാമത്തെ കാര്യം, ഇടത്തും വലത്തും നോക്കരുത്. ചർച്ചിൽ വരുന്നവരും നോക്കുന്ന ഇത് തന്നെയാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ ആരാധിക്കുന്നില്ല, മരക്കുറ്റി പോലെയൊക്കെയാണ്. വലത്ത് നിൽക്കുന്ന ആളോ മൊബൈലിൽ നോക്കിയിരിക്കുകയാണ്. പുറകിലാളൊരു ഒറ്റ ഇരിപ്പാണ്, കയ്യും കെട്ടി. മുമ്പിലെ ആൾ ഇടക്ക് ബാത്റൂമിൽ പോവും വരും. ഇവരെ നോക്കിയാൽ നിന്റെ ആരാധന നടക്കോ? ഇവരെ നോക്കിയാൽ നിന്റെ ചാട്ടം നടക്കോ? ചാട്ടമൊക്കെ നടക്കണമെങ്കിൽ ആരെയും നോക്കരുത്. ചാടുന്നവരുടെ കൂടെ നിന്നാൽ നീ ചാടും. ചാടുന്ന ആൾ ഒരു ദിവസം വന്നില്ലെങ്കിലോ നീ ചാടൂല്ല. അവിടെ വേറെ ആളാ വന്ന് നിൽക്കുന്നത്. ഈ ഇടത്തും വലത്തുള്ളവരെ നോക്കി നിനക്ക് കുതിക്കാൻ കഴിയില്ല കുഞ്ഞേ. നീ ആരെയും ശ്രദ്ധിക്കരുത്. ഒന്നാമത്തെ കാര്യം, ആരെയും ശ്രദ്ധിക്കരുത്.
വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രം ശ്രദ്ധിച്ചാലേ നിന്റെ മുൻപിലുള്ള ഓട്ടം മുമ്പോട്ട് പോകും. യേശു ആരെയും മൈൻഡ് ചെയ്തില്ല. യേശു ഭൂമിയിൽ വെച്ച് ആരെ ശ്രദ്ധിച്ചില്ല, മനുഷ്യരെ വിശ്വസിച്ചില്ല, ആരെ ശ്രദ്ധിച്ചില്ല. യേശു പിതാവിനെ മാത്രം നോക്കി നടന്നു. അവനെ രാജാവാക്കാൻ പോയപ്പോഴും ആരെ ശ്രദ്ധിച്ചില്ല. ഉടനെ അവൻ മലയിലോട്ട് കയറിപ്പോയി. ആരെ ശ്രദ്ധിക്കരുത് ലക്ഷ്യത്തിലെത്താൻ. ഒന്ന്, ആരെ ശ്രദ്ധിക്കരുത്, ലക്ഷ്യത്തിലേക്ക് നോക്കുക. രണ്ട്, കണ്ണുകൾ ഫിനിഷിംഗ് ലൈനിൽ ആയിരിക്കണം. ഓട്ടക്കാരൻ നോക്കേണ്ടത് കണ്ണുകൾ ലക്ഷ്യത്തിലായിരിക്കണം. നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുന്ന സ്വരവും സാഹചര്യങ്ങളെല്ലാം നമുക്കുണ്ടാവും. ഉള്ളിൽ തന്നെ ചങ്കിടിപ്പുണ്ടാകും. എങ്കിലും കണ്ണ് അവിടെ തന്നെ ആയിരിക്കണം. കണ്ണുകൾ മാറ്റരുത്. ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്ക് അവിടം വരെ എത്താൻ പറ്റൂ. ദൈവം ജോസഫിന് കൊടുത്തത് അതായിരുന്നു സ്വപ്നം. നീ എന്തായിത്തീരും, നിന്റെ ജീവിതം കൊണ്ട് നീ ആരായിത്തീരുമെന്ന് അവൻ എങ്ങും എത്താത്ത സമയത്ത് ദൈവം കാണിച്ചു കൊടുത്തു. ആ കാഴ്ചയിൽ ജീവിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? കാഴ്ചയില്ലെന്നാണോ? വിശ്വാസമാണ് ശരിയായ കാഴ്ച. കണ്ണുകൊണ്ട് കാണുന്നത് കുറേ മതിലുകളാണ്, പരിമിതികളാണ്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു കാഴ്ചയുണ്ട്. നമ്മൾ എത്തുന്ന നാളെകൾ, വിശ്വാസത്തിൻ്റെ കാഴ്ച. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ മുന്നോട്ട് പോകുന്നു. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എബ്രായർ 11:1. നിശ്ചയത്തിലേക്ക് നമ്മൾ കുതിക്കും. ലക്ഷ്യത്തിൽ മാത്രം നമ്മുടെ കണ്ണുകളെ വെക്കണം. ഒന്ന്, ആരെ ശ്രദ്ധിക്കരുത്, ഇടം വലം നോക്കരുത്. രണ്ട്, ലക്ഷ്യത്തിൽ ഒന്ന് കണ്ണെടുത്ത് മാറ്റരുത്. നീ അവിടെ എത്തും. നീ ഒരു പ്രാർത്ഥനയിൽ ഇരുന്നാൽ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകേണ്ടതിന് നീ അതിൽ തന്നെ ഇരിക്കണം. രാപ്പകൽ അതിലായിരിക്കണം. നിന്റെ ലക്ഷ്യത്തെ മാത്രം നീ ഫോക്കസ് ചെയ്യണം. നീ എന്തിലാണോ, നിന്റെ വാഗ്ദത്തം എന്താണ്, അതിൽ ഫോക്കസ് ചെയ്യും. നിന്നോട് കർത്താവ് മുമ്പ് പറഞ്ഞ പ്രവചനത്തിന് ഒത്തവണ്ണം മാത്രമേ നിന്റെ ജീവിതം നടക്കൂ. അതിൽ വിട്ട് നീ പുറത്തു പോകരുത്. അതിൽ ഫോക്കസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. തോറ്റുകൊടുക്കരുത്. ഇടത്തും വലത്തും ഓടുന്നവൻ ആരുമാകട്ടെ, നീ തീരുമാനിക്കണം, ഞാൻ തോറ്റുകൊടുക്കില്ല. കാട്ടിലെ ഒരു പുലി മാനെ ഓടിച്ചിടുമ്പോൾ മാൻ എത്ര വേഗതയുണ്ടെന്ന് ഡിക്ഷണറിയിൽ നോക്കുന്നൊന്നുമില്ല. എത്ര കിലോമീറ്റർ സ്പീഡിലാണ് മാൻ ഓടുന്നത്. അറിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ മാനെ പിടിക്കാൻ പാടാ, ഭയങ്കര പുള്ളി. ഇതൊന്നും ഇനി വിഷയമല്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ അവനെ പിടിക്കും. ഞാൻ അവൻ്റെ ഒന്നേ കാലെ തട്ടി അവനെ വീഴ്ത്തും, അല്ലെങ്കിൽ അവൻ്റെ പുറകെ പിടിച്ചിട്ട് പതുക്കെ പതുക്കെ അവൻ്റെ കഴുത്തെ പിടിക്കും. അവന് കൊമ്പുണ്ട്, അവൻ എതിർക്കും, അവൻ കുതറും. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയാലും ഞാൻ പിടിവിടില്ല, ഞാൻ തോറ്റു കൊടുക്കില്ല. എൻ്റെ വിശപ്പിന് എൻ്റെ കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്നത് ആ മാനയാണ്. ഞാൻ പിടിച്ചിരിക്കും, ഞാൻ ഓടും. അവൻ എത്ര വേഗത ഓടിയാലും ഞാൻ പിടിച്ചിരിക്കും. ഒടുവിൽ അവൻ എൻ്റെ കയ്യിൽ വരും. എൻ്റെ വിശപ്പിനുള്ളത്, എൻ്റെ പിള്ളേർക്കുള്ളത് അവനാണ്. തോറ്റുകൊടുക്കില്ല. അങ്ങനെയാണ് ഈ കാട്ടിലെ മൃഗങ്ങളൊക്കെ ജീവിക്കുന്നത്. അവർക്ക് ജീവിക്കണമെങ്കിൽ ആര് വേണം? ഈ പുലിക്കും സിംഹത്തിനും ഇവർക്കെല്ലാം പിള്ളേര് കുറവാണ്. എന്നാൽ മാൻ, ആട് ഇവർക്കെല്ലാം പിള്ളേര് കുറേയുണ്ട്. കുറേ പിള്ളേരുള്ളവരവർ. മുയലൊക്കെ പെറ്റു പെരുകയാണ്. കാരണം എന്താണ്? പുറകെ ഓടിക്കുന്നവന് കിട്ടാൻ വേണ്ടി എക്സ്ട്രാ ദൈവം കൊടുത്തിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഒരു പരിപാടിയെ, കർത്താവിൻ്റെ ഒരു കരുതൽ. കാട്ടിലെ മൃഗങ്ങൾക്ക് തീനെത്തിച്ചു കൊടുക്കുന്നത് ഞാനല്ലേ എന്ന് ദൈവം പറയുകയാണ്. ഇതെല്ലാം ദൈവം സിസ്റ്റം വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പുലി സിംഹമൊക്കെ ഉണ്ടാകുമോ? ഉണ്ടാകത്തില്ല. കാരണം അവർക്ക് വംശം കുറവാണ്. മറ്റവർ പെറ്റുപെരുകയാണ്. പുലിക്ക് തിന്നാനുള്ള പാട്ടുകൾ പോലും ദൈവം വെച്ചിരിക്കുകയാണ്. എണ്ണത്തിൽ പെരുക്കി കൊടുത്തു. കഴിച്ചോ കുഞ്ഞുങ്ങളെ. പുലി ദുഷ്ടനൊന്നുമല്ല, മാനെ പോലെ തന്നെ നല്ല പാർട്ടികളാണ്. അവർ വിശക്കുമ്പോഴേ തിന്നാറുള്ളൂ. അവർ വെറുതെ കൊന്നിടാറില്ല. മനുഷ്യനെ പോലെ വഴിയെ വെറുതെ വെടിവെച്ച് കൊല്ലുന്നവരല്ല.
സിംഹവും പുലിയൊക്കെ നല്ല ആൾക്കാരാണ്, നല്ല മനുഷ്യരല്ല, നല്ല വ്യക്തികളാണ്. തോറ്റു കൊടുക്കാറില്ല. തോറ്റു കൊടുത്തവരെല്ലാം പട്ടിണി കിടന്ന് ചത്തിട്ടുണ്ട്. തോറ്റു കൊടുത്ത പുലികൾക്ക് പട്ടിണി കിടക്കാന്നേ ഉള്ളൂ, അവർക്ക് വിജയിക്കാൻ കഴിയില്ല. 3 കാര്യങ്ങൾ: ഇടത്തും വലത്തും നോക്കരുത്, ആരെ ശ്രദ്ധിക്കരുത്. 2, മുന്നോട്ട് ലക്ഷ്യത്തിൽ മാത്രം നോക്കി മുന്നോട്ട് പോകണം, കണ്ണവിടെ നിന്ന് മാറ്റരുത്. 3, തോറ്റു കൊടുക്കരുത്. നിന്റെ നന്മ കിട്ടും വരെ തോറ്റു കൊടുക്കരുത്, നീ പ്രാപിക്കും വരെ തോറ്റു കൊടുക്കരുത്. നീ തോറ്റു കൊടുക്കരുത്. രാത്രി ഉറക്കം വരും, എന്നാലും തോറ്റു കൊടുക്കരുത്. ഇരിക്കണം, പിന്നെ മുഖത്ത് വെള്ളമൊക്കെ അടിച്ചിട്ട് പിന്നെ നടന്ന് പ്രാർത്ഥിക്കണം. തോറ്റു കൊടുക്കരുത്. ഇല്ല, ഒത്തിരി പേർക്ക് കിട്ടിയ കൃപയെ എനിക്കും കിട്ടും, ഞാനും പ്രവചിക്കും, ഞാനും വെളിപ്പാട് കാണും, ഞാനും അത്ഭുതങ്ങൾ കാണും, എൻ്റെ വീട്ടിലെ കടം മാറും. തോറ്റു കൊടുക്കില്ല. ഞാൻ എൻ്റെ വീട് ഞാൻ പണിയും, എൻ്റെ കടങ്ങൾ ഞാൻ വീട്ടും, എനിക്ക് നല്ലൊരു ഭാവി ഞാൻ ഉണ്ടാക്കും. തോറ്റു കൊടുക്കില്ല. വിജയത്തിൻ്റെ രഹസ്യങ്ങൾ പഠിക്കുക, പ്രാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ കേട്ട വചന നിമിത്തം നിങ്ങളുടെ മേൽ ഭയങ്കരമായൊരു വിടുതൽ നടക്കാൻ പോവുകയാണ്. ഇന്ന് ഈ രാവിലെ ജീസസ് എവരിഡേ കേട്ടില്ലേ? ഇന്നത്തെ ദിവസം നിങ്ങൾ കുതിക്കാൻ പോവുകയാണ്. നിങ്ങൾ ലക്ഷ്യത്തെ സ്വന്തമാക്കാൻ പോവുകയാണ്. നിങ്ങളെ ഭാവിയെ പിടിച്ചെടുക്കാൻ പോവുകയാണ്. കർത്താവ് അത് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ഈ വചനത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഇവരുടെ മേൽ റിലീസ് ചെയ്യുന്നു. സൗഖ്യമാകട്ടെ, വിടുതലുകൾ പ്രാപിക്കട്ടെ, കുതിച്ചുയരുന്നവരാകട്ടെ, കഴുകനെ പോലെ അവർ കുതിക്കട്ടെ. അനുഗ്രഹിക്കും. സൗഖ്യങ്ങൾ നടക്കട്ടെ, വലിയ കോൺഫിഡൻസ് ഉള്ളവരായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഒരു ഉണർവ് നടക്കുന്നുണ്ട്. ആ ഉണർവിൻ്റെ ഒരു തീ നിങ്ങളിലോട്ടും വരുന്നുണ്ട്. വലിയ സന്ദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ സന്ദേശങ്ങൾ തള്ളിക്കളയരുത്, കുതിക്കണം. ഈ മെസ്സേജുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾ ഈ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, നല്ല മെസ്സേജുകൾ അയക്കണം. എനിക്ക് നിങ്ങളുടെ പ്രോത്സാഹനം വേണം, സാമ്പത്തിക കൈത്താങ്ങൽ വേണം. നിങ്ങളുടെ കൈത്താങ്ങലും പ്രോത്സാഹനവും സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ജീസസ് എവരി ഡേ എവരിവെയർ, എല്ലായിടത്തും കർത്താവ് തൻ്റെ കരങ്ങൾ ചലിപ്പിക്കും. എല്ലാ ദിവസവും ഭൂമിയെ മുഴുവനും നേടാൻ നമ്മെ കർത്താവ് ഉപയോഗിക്കും. ഒരുമിച്ച് നിൽക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച രാവിലെ നാളെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭായോഗം രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്നു. വരിക. വരാൻ കഴിയാത്തവർ ഓൺലൈനിൽ പങ്കെടുക്കുക. അനുഗ്രഹിക്കപ്പെടുക. God bless you.